പൂരത്തിന്റെ കാലം വന്നാൽ ഞങ്ങൾ കാത്തിരിക്കണ ഒരേ ഒരു പൂരേ ഉള്ളൂ. അത് നമ്മളെ നാലിർക്കാവ് പൂരമാണ്. അപ്പോൾ ഇന്നാണ് ആ പൂരം. പൈസ കുറച്ച് കളയണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. 500 റുപ്യ എടുത്തിട്ട് ചില്ലറ ആക്കാൻ വേണ്ടിയിട്ട് 250 സാധനം വാങ്ങിക്കുക. എന്നിട്ട് ഇപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. വേണ്ടാന്നല്ല, കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. ശരിയായി, ആൾ ശരിയായി കൊടുത്തു. ആൾ ഓനെക്കാട്ടിലും വലിയ മൂത്താപ്പ. എന്നാ പിന്നെ അവൻ്റെ അനുചേച്ചിൻ്റെ ശക്തമായ ഇടപെടലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മാറ്റി ക്ലേ ആക്കി കിട്ടി. ബാക്കി പൈസയും കിട്ടി. കടയിൽ അത്രയും നേരം വാവട്ടലച്ചതല്ലേ. അപ്പോൾ അതാ ഓരോ ഗ്ലാസ് വെള്ളവും കുടിക്കുന്നുണ്ട്, വത്തക്ക ജ്യൂസ് ഉണ്ട്. നമ്മളെ DYFIൻ്റെ പ്രവർത്തകരാണ് ഈ ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചു ഒട്ടുകാർക്കും കളിക്കാർക്കും മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ഓരോരുത്തരും വിളിച്ച് എമിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളും ഓരോ ഗ്ലാസ് ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു കേട്ടോ. കത്തണ വെയിലും ചൂടൊക്കെ ഉള്ള ടൈമിൽ ഇതേപോലെ ഓരോ ഗ്ലാസ് ജ്യൂസ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ജ്യൂസൊക്കെ അവിടെ കട്ടെ നമുക്ക് വേല വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തെ അത്രയും ആർഭാട പരിപാടികളൊന്നും ഇല്ലെങ്കിലും മൊത്തത്തിൽ അടിപൊളിയായിട്ടുള്ള പരിപാടികൾ തന്നെയായിരുന്നു. ഇതിന് ഭൂതം തറ അങ്ങനെ എന്തോ അല്ലേ പറയാം. അപ്പം എന്തായാലും കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കളിക്കാനൊക്കെ. ആന ഓടോ ചവിട്ടോ എന്നുള്ള പേടി ഉണ്ടെങ്കിലും അതല്ലാതെ ആനന്റെ കാലിൻ്റെ തൊട്ട് തന്നെയാണ് കേട്ടോ നിന്നിരുന്നത്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പൂരം എന്ന് പറയുന്നത് ഈ നാലിർക്കാവ് പൂരം തന്നെയാണ് കേട്ടോ. എന്തായാലും ഹിന്ദുസിലേറെ മുസ്ലിംസ് ആണ് അതിലുണ്ടാവുക. അതിൽ മുസ്ലിംസ് കൂടുതലായിട്ട് കൂടുന്നതിന്റെ പിന്നിലൊരു കഥ തന്നെയാണ് കേട്ടോ. കഥയൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അത് ഇതിൽ പറയണില്ല. നമ്മൾ അറിയാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഈ പൂരം നോമ്പിന്റെ ടൈമിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു കുത്തലാക്കാരട്ടോ. ഇത് കൂടാൻ പറ്റണില്ലല്ലോ എന്നുള്ളത്. കറങ്ങി തിരിഞ്ഞപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. എന്തായാലും പൂരം ഉണ്ടായത് കഴിഞ്ഞ വർഷം അനുമോന്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു. ഇപ്പൊ എന്തായാലും പിറ്റേ ദിവസമാണ് അനുമോന്റെ ബർത്ത്ഡേ. മോഹിനിയാട്ടം പത്രക്ക്, മയിലാട്ടം പത്രക്ക്, ഇത് എന്നാട്ടം അറിയില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈ ആട്ടത്തിന്റെ പേരൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും കുറച്ച് നമുക്ക് ഈ ആട്ടം ഒന്ന് കണ്ടോക്കാം. അതാണ്ട് അങ്ങേയറ്റത്ത് താടിയും ചൊറങ്ങി നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മളെ കൊച്ചുണ്ടോ. വണ്ടൂരിൽ നിന്നിട്ടാണ് ഈ ഒരു പൂരം കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. പൂരത്തിന്റെ അന്ന് രാവിലെ ആൾ ലാൻഡ് ചെയ്തിക്കണു. ആൾക്കാണെങ്കിൽ ഭയങ്കര നൊസ്റ്റോക്കാരം ഈ ഒരു പൂരം. ഞങ്ങൾക്ക് എല്ലാവർക്കും പൂരത്തിന്റെ പിറ്റേ ദിവസം ഒന്ന് പൂരപ്പറമ്പിൽ പോണ പരിപാടി ഉണ്ട്. അപ്പൊ ചെറിയതും കുട്ടികളും വിരുന്ന് വരും. എന്നിട്ട് ഞങ്ങൾ രാവിലെ നീച്ച് പൂരപ്പറമ്പ് പോവും. അപ്പോൾ എനിക്ക് വേണ്ടാത്ത ഒരു ഐറ്റംസും ഉണ്ടാവില്ല. തോക്ക്, ജീപ്പ്, കാർ അതൊക്കെ വാങ്ങിക്കൊടുക്കും വേണം. അപ്പൊ അതും എനിക്ക് ഭയങ്കര നൊസ്റ്റോനെ കാരം. എന്തായാലും ഓൻ കറക്റ്റ് എത്തിക്കൊണ്ടോ പൂരത്തിന്. പൂരം വേലയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാണ്. ടൊപ്പുള്ളത് നമ്മളെ കുട്ടി സബ്സ്ക്രൈബർമാരാണ്. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉള്ളവരാണ്. ഇതാത്താനെ ഇഷ്ടമാണ്. ഇതാത്താനെ വീഡിയോയിൽ കാണലുണ്ടെന്ന് പറഞ്ഞാണ്ട് ഓളെ കൂടെ കൂടിക്കാണ്. പിന്നെ നമ്മൾ കുഞ്ഞിണ്ടായിട്ട് ഓളെ കണ്ടപ്പോൾ നമ്മൾ വീഡിയോന്റെ കാര്യം പറഞ്ഞില്ല. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.